ഞാനിപ്പോൾ ഒരു ഷോപ്പിലാണ്. ഈ ഷോപ്പിൽ എന്താണ് മാജിക്കിൻ്റെ പ്രസക്തി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഏതാനും ദിവസങ്ങളായി കൊക്കക്കോള വിഷയം ഒരു FB ട്രെൻഡിംഗ് ആയി നിലനിൽക്കുകയാണ്. ദി റിനഗേഡ് ഫാർമസിസ്റ്റ് ആണ് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. UK-യിലെ നതാഷ ഹിൻഡെ എന്ന ലൈഫ് റൈറ്റർ പറയുന്നത് ഹൗ കൊക്കക്കോള അഫക്ട്സ് യുവർ ബോഡി ഇൻ 60 മിനിറ്റ്സ് എന്നാണ്. ഈ അടുത്ത കാലത്ത് നമ്മളെല്ലാവരും ചർച്ച ചെയ്തൊരു വലിയ വിഷയമായിരുന്നു മാഗി വിഷയം എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടികളും കുടുംബാംഗങ്ങളും മാഗി എന്ന് പറയുന്ന ഫുഡിൻ്റെ അഡിക്റ്റായിരുന്നു. അതേസമയം അതിനകത്ത് വിഷാംശമുണ്ട് എന്ന് ഇന്ത്യ ഗവൺമെൻറ് തിരിച്ചറിയാൻ ഒരുപാട് വൈകി. ഇന്ത്യ ഗവൺമെൻറ് അത് ബാൻ ചെയ്തു. ഇപ്പോൾ മാഗി നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ കഴിക്കില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ശരീരത്തിൽ ധാരാളം വെള്ളം വേണം, ധാരാളം വെള്ളം കുടിക്കണം നമ്മൾ. പക്ഷേ അമേരിക്കയിൽ വെള്ളം കുടിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ കൊക്കക്കോള ഉപയോഗിക്കുന്നു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ്. ഇവിടെ ഒരു മാജിക്കിൻ്റെ പ്രസക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാജിക്കിന് വേണ്ടി പരിചയപ്പെടുന്നത് ഒരു ഹ്യൂമൻ ബോഡി, നമ്മുടെ ഒരു മനുഷ്യ ശരീരത്തെ കാണിക്കുന്ന ഒരു ചിത്രമാണ് കാണിക്കുന്നത്. മുന്നിങ്ങോട്ട് വാ. മോൻ്റെ പേരെന്താ? റയാൻ. റയാൻ കൊക്കക്കോള കഴിക്കാറുണ്ടോ? കഴിക്കാറുണ്ടെങ്കിൽ എങ്ങനെയാണ് കൊക്കക്കോള നമ്മുടെ ശരീരത്തിൽ അഫക്റ്റ് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇത് ഒരു പെട്ടി അല്ലേ, ഒരു കാലിയായിട്ടുള്ള പെട്ടി കണ്ടല്ലോ, ഒന്നുമില്ലാത്ത ഒരു പെട്ടി. ഈ പെട്ടിക്കകത്ത് ഈ മനുഷ്യ ശരീരം ഇങ്ങനെ വെച്ചു അങ്കിൾ. ഓക്കെ, അതിനുശേഷം ഇതിനെ ഇങ്ങനെ അടച്ചു. ഇനി മോനിങ്ങനെ പിടിച്ചോ. ഇത് കൊക്കക്കോളയുടെ പരസ്യമാണ് അല്ലേ, ഒരു വരച്ചു വെച്ചിരിക്കുന്ന ചിത്രമാണ് അല്ലേ. ഇതിനകത്ത് വരച്ചു വെച്ചിരിക്കുന്ന ചിത്രമാണ്, ഒന്നുമില്ലാത്തൊരു ചിത്രമാണ്. ഇനി ഈ കൊക്കക്കോള നമ്മൾ കുടിക്കുന്ന സമയത്ത് കുപ്പിക്കകത്ത് നിന്ന് കൊക്കക്കോള ഇങ്ങനെ താഴെ വരുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നത്, ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണിക്കാൻ പോകുന്നത്. സോ വാച്ച് കെയർഫുള്ളി. ലുക്ക് കമ്മിങ് ഡൗൺ. കണ്ടോ താഴേക്ക് പോരുന്നത് കണ്ടോ? ഇതാ കൊക്കക്കോള താഴേക്ക് വരികയാണ്. ഇപ്പം നമ്മൾ കുടിക്കുന്ന സമയത്ത് കൊക്കക്കോള കുപ്പിയിൽ കുറഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം വിഷം കയറിപ്പോകുന്നു എന്നാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. നോക്കിക്കോണം, നമുക്ക് തുറക്കാൻ പറ്റി. സോ കണ്ടോ ഹൗ കൊക്കക്കോള അഫക്ട്സ് യുവർ ബോഡി ഇൻ 60 മിനിറ്റ്സ്. നമുക്ക് വായിക്കാൻ ചേർന്ന് അല്ലേ. ആദ്യത്തെ 10 മിനിറ്റിൽ 10 ടീസ്പൂൺ പഞ്ചസാര ഒറ്റത്തവണയായി ഉള്ളിലെത്തുമ്പോൾ ശരീരത്തിൻ്റെ പ്രവർത്തന രീതി ഒന്നാകെ തകരാറിലാവുന്നു. 20 മിനിറ്റിനുള്ളിൽ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുകയും കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുകയും ചെയ്യും. 40 മിനിറ്റ് ആകുമ്പോഴേക്കും രക്തത്തിലെ അമിതമായ പഞ്ചസാര തലച്ചോറിനെ ബാധിക്കുകയും അസാധാരണമായ ക്ഷീണം സംഭവിക്കുകയും ചെയ്യും. 45 മിനിറ്റ് ആകുമ്പോഴേക്കും ഹെറോയിൻ കഴിച്ചാൽ ഉണ്ടാകുന്ന അതേ അവസ്ഥയിൽ ബ്രെയിൻ എത്തിച്ചേരുകയും അമിതമായ അളവിൽ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. 50 മിനിറ്റ് ആകുമ്പോഴേക്കും ശരീരത്തിൻ്റെ മെറ്റബോളിക് സിസ്റ്റം ആകെ തകരാറിലാവുകയും ശരീരത്തിലെ കാൽസ്യം മൂത്രത്തിലൂടെ പുറത്തേക്ക് ഒഴുകുകയും ചെയ്യും. 60 മിനിറ്റ് അതായത് 1 മണിക്കൂർ ആകുമ്പോഴേക്ക് കോളയിലെ കഫീൻ പ്രവർത്തനക്ഷമമാവുകയും ശരീരത്തിലെ ജലാംശം, കാൽസ്യം, മഗ്നീഷ്യം എന്നിവയെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് റിയാൻ കൊക്കക്കോലയോ അതുപോലെയുള്ള ബിവറേജസോ കഴിക്കേണ്ട. അതിന് നമുക്ക് അപ്രത്യക്ഷമാക്കാം അല്ലേ. ഇത് കണ്ടോ, ഒരു കവർ, ഒരു എൻവലപ്പ്. കൈയിട്ടതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇനി അങ്കിൾ ഈ കൊക്കക്കോല ബോട്ടിലെടുത്തു, വാച്ച് ഇതിനകത്തേക്ക് ഇടുന്നു. യെസ് അടയ്ക്കുന്നു. നമുക്ക് ഇതിനെ ഇല്ലായ്മ ചെയ്യാം, അപ്രത്യക്ഷമാക്കാം. ഓക്കെ, താങ്ക് യു.